കഴിക്കരുത്, കാർബോഹൈഡ്രേറ്റ്സ് ഒന്നും കഴിക്കരുത്. നിങ്ങൾ ഹെൽത്തി ആവണമെങ്കിൽ പിന്നെ നമ്മൾ എന്താ കഴിക്കുക? വലിയൊരു ക്വസ്റ്റ്യനാണ്. ഈ ഒരു ഫോട്ടോ ഉണ്ടോ? ഈ 1-2 ഫോട്ടോകളൊക്കെ എൻ്റെ തന്നെയാണ്. കാണുന്ന ട്രാൻസ്ഫോർമേഷൻസ് ഞാൻ ഉണ്ടാക്കിയത്, ഞാൻ എൻ്റെ ബോഡി ഇതുപോലെ ചേഞ്ച് ആക്കിയത് ഒരു ബീഫ് സ്റ്റിക്ക് കഴിച്ചിട്ടല്ല, ഒരു ചിക്കൻ സ്റ്റിക്ക്, ഒരു ബുക്സ്, ചിക്കൻ, എഗ്, വെജിറ്റബിൾസ്, അപ്പം, പുട്ടിൻ്റെ ഫേവറേറ്റ്, ഇതൊക്കെ കഴിച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയത്. ഒരു ശരാശരി മലയാളിക്ക് ഇതൊന്നും ഇല്ലാണ്ട് ജീവിതകാലം മുഴുവൻ ഈക്കും എഗ്ഗും കഴിച്ചുകൊണ്ട് ചിലപ്പോൾ ഒരു പോപ്പുലേഷൻ്റെ ഒരു 5% ആൾക്കാർക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരും. 50% വരുന്ന ആൾക്കാർക്ക് ഇതൊക്കെ നമ്മൾ പറഞ്ഞ ചോറും ചപ്പാത്തിയും ചിക്കനും പുട്ടും ദോശയൊക്കെ തന്നെയാണ് അവരുടെ മെയിൻ ഫുഡ്. അതൊക്കെ തന്നെ കഴിച്ചിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെ വെച്ചിട്ടും ഫിറ്റായിട്ടിരിക്കാൻ പറ്റും, അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കാനും പറ്റും. ഈ വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ട് അവസാനം വരെ കാണണം. പ്രത്യേകിച്ച് ജിമ്മിൽ പുതുതായി ജോയിൻ ചെയ്ത എൻ്റെ കൊച്ചു അഞ്ചുമാരോടാണ് എനിക്ക് പറയാനുള്ളത്. പുള്ളിക്കാരൻ പറഞ്ഞില്ലേ, നമ്മൾ ദോശ, പുട്ട്, ഓട്സ് ഒക്കെ കഴിച്ചിട്ടാണ് പുള്ളിക്കാരൻ ഇങ്ങനെ ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകുന്നത്. ഞാൻ നിങ്ങളോട് കാര്യം പറയട്ടെ, ഓൾറെഡി പുള്ളിക്കാരൻ പ്രീ ഡയബറ്റിക് ആണ്. അതെങ്ങനെ ഇങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട്. എനിക്ക് ലാസ്റ്റ് വീക്കിൽ വന്ന് ഒരു 4-5 ആൾക്കാർ മെസ്സേജ്, അതും പ്രീ ഡയബറ്റിക് ആയിട്ട്. എങ്ങനെ ഡയബറ്റിക്കായി? ജിമ്മ് പോയിട്ട് ഇതുപോലെ ഫ്രീക്വൻ്റ് ആയിട്ട് ഒരു ഭക്ഷണം കഴിച്ചിട്ടുള്ള ആൾക്കാർ. നിങ്ങൾ ഈ വോയിസ് കേൾക്ക്, അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി പറയാം. ജോയിൻ ചെയ്ത 2 years ആയി. സോ വെജിറ്റേറിയൻ ആണ്. പിന്നെ ലാസ്റ്റ് ഇയർ മുതലാണ് എഗ് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ തടി കൂട്ടാൻ അറിയാം, നമ്മൾ ഇൻസ്റ്റയിൽ നോക്കി ഇൻഫ്ലുവൻസ് ആയി. സോ എൻ്റെ ഒരു ദിവസം ഒരു 5 മീൽസ് ഇങ്ങനെ കഴിക്കുമായിരുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആ സമയത്ത് ബാലൻസ്ഡ് ആയിരുന്നു. ബാലൻസ് എന്ന് പറയുമ്പോൾ അതിൽ പ്രോട്ടീൻ ഉണ്ടാവും, കാർബൺ ഉണ്ടാവും, പിന്നെ പറയുന്ന വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു. ഒരു 8 o'clock ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, പിന്നെ 9:30 ഒരു രാഗി ജ്യൂസ് കഴിക്കും, പിന്നെ 11 o'clock ഓട്സ് കഴിക്കായിരുന്നു ഞാൻ. ഓട്സ് പിന്നെ ചിയ സീഡ്സ് മിക്സ് ചെയ്ത് കഴിക്കായിരുന്നു. പിന്നെ ലഞ്ച് ഏകദേശം അതുപോലെ തന്നെയാണ്. റൈസ്, പിന്നെ ഒരു കാരറ്റ്, അങ്ങനെ പിന്നെ ഒരു 3 എഗ്. ഈവനിങ് പ്രീ വർക്കൗട്ടായിട്ട് ബനാന അത് കഴിക്കും. പിന്നെ അത് കഴിഞ്ഞ ശേഷം പോസ്റ്റ് വർക്കൗട്ടായിട്ട് സ്വീറ്റ് പൊട്ടാറ്റോ, പിന്നെ 2 എഗ് അങ്ങനെ കഴിക്കും. പിന്നെ ഫ്രൂട്ട്സ് ഒരുമിച്ച് കഴിക്കായിരുന്നു. പിന്നെ 1 hour ഗ്യാപ്പ്, പിന്നെ ഡിന്നർ, അതും കുറച്ച് ഫുഡ് കഴിക്കായിരുന്നു. കുറച്ച് റൈസ്, പിന്നെ ഒരു ചപ്പാത്തി, പിന്നെ ഒരു ക്യാരറ്റ്, ഒരു കുക്കുംബർ, ഇത് കഴിഞ്ഞ് നിർത്തുമായിരുന്നു. സോ പിന്നീട് നമുക്കറിയാലോ പ്രീ ഡയബറ്റീസ് എന്ന് പറഞ്ഞ കുറച്ച് സിംറ്റംസ് കാണുന്നത്. അങ്ങനെ സംശയം ചെക്ക് ചെയ്താണ് ജനുവരി ആ സമയത്ത്. സോ എത്ര നോക്കിയിട്ട് എനിക്ക് റീസൺ കിട്ടിയില്ല. കാരണം ഫുഡ് അത്യാവശ്യം കഴിക്കും. അത്യാവശ്യം ഫാസ്റ്റ് ഫുഡ് ഒന്നും കഴിക്കില്ല. ഐസ്ക്രീമോ പഞ്ചസാര ഒന്നും ഷുഗർ കട്ടാണ്. സോ ഒന്നും കഴിക്കില്ലായിരുന്നു. പിന്നെ ജങ്ക് ഫുഡ് പറഞ്ഞല്ലോ ഇല്ല. പിന്നെ എനിക്ക് റീസൺ കിട്ടില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് പറഞ്ഞു. കാരണം ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇല്ല, ആർക്കും ഡയബറ്റീസ് ഇല്ല. സോ അങ്ങനെ ആയിരിക്കുമ്പോഴാണ് ബ്രോന്റെ വീഡിയോസ് ഇങ്ങനെ കാണാൻ കിട്ടിയത്. സോ അതിൽ ഏകദേശം റീസൺ മനസ്സിലായി. സോ ഫ്രീക്വന്റ് ആയിട്ട് കഴിക്കുന്നതായിരിക്കും റീസൺ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കൂൾ ഡ്രിങ്ക്സോ സ്വീറ്റ് ഡ്രിങ്ക്സോ ജ്യൂസോ ഒന്നും ഞാൻ കഴിക്കാറില്ല. പക്ഷേ ഈ അവസ്ഥയിലെത്തി ഒന്ന് മീൽസ് ഇതൊക്കെ വെച്ച് ചാടിയോ. പക്ഷേ വെയിറ്റ് ഡ്രോപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുന്നുണ്ട്, 5 days ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താ ചെയ്യുക, നമുക്ക് വെയിറ്റ് ഫീൽ ചെയ്യുമ്പോൾ നമുക്കൊരു മാനസികമായി നമ്മൾ തളരില്ല. അതാണ് അവസ്ഥ. ഇങ്ങനെയുള്ള ഇൻഫ്ലുവൻസേഴ്സ് കാരണമാണ് നല്ലൊരു ശതമാനം ചെറുപ്പക്കാരും ഇപ്പം ഡയബറ്റിക് ആവുന്നത്. ആ ബ്രദറിൻ്റെ അവസ്ഥ എന്താ അറിയോ? ഇപ്പം കുറച്ച് ഭക്ഷണം കഴിക്കുമ്പോഴേക്കും എന്താണ് ഇൻസുലിൻ ഹൈ ലെവലിൽ റിലീസ് ചെയ്യുക. അതായത് ഓൾറെഡി പ്രീ ഡയബറ്റിക് അല്ല, ഡയബറ്റിക് തന്നെ ആയി കഴിഞ്ഞ് 50% ആൾക്കാർ ഇങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത് വെച്ച് ഇന്ത്യയിൽ മോർ ദാൻ 50% ആൾക്കാർ എന്താണ് ഡയബറ്റിക് ആണ്. അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്രമാത്രം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. സിമ്പിൾ സയൻസ് പറഞ്ഞുതരാം നിങ്ങൾക്ക്. നിങ്ങൾ ഓരോരുത്തരാണ് ഈ സയൻസിന് ഇത്രമാത്രം ഡിഫിക്കൽട്ട് ആക്കുന്നത്. കലോറി ഇൻ അല്ലെങ്കിൽ കലോറി സർപ്ലസ് എന്നൊക്കെ പറഞ്ഞിട്ട്. മനുഷ്യൻ നിർമ്മിക്കപ്പെട്ടത് 4-5 നേരം തിന്നാൻ വേണ്ടിയിട്ടല്ല. ആ സയൻസ് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ പ്രീ ഡയബറ്റിക്, തൈറോയ്ഡ്, PCOD, ഫാറ്റി ലിവർ, ഒബേസിറ്റി ഒക്കെ വരും.